നമസ്കാരം. പ്രധാന വാർത്തകൾ. അതിർത്തിയിൽ മഞ്ഞുരുകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ ഊർജ്ജമെന്ന് അജിത് ഡോവൽ. കിഴക്കൻ ലഡാക്ക് മേഖലയിൽ സൈനിക പിന്മാറ്റത്തിൽ ഉൾപ്പെടെ ചർച്ചകൾ തുടരാൻ ധാരണ. ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ സജീവമാകാൻ നടൻ മമ്മൂട്ടി. എല്ലാ പരിശോധനാ ഫലങ്ങളും പോസിറ്റീവ്. ആരോഗ്യവാനായി തിരിച്ചെത്തുന്ന മമ്മൂട്ടിയെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ സിനിമാ ലോകം. കെട്ടിപ്പിടിച്ചുമ്മ കൊടുക്കുന്ന ചിത്രം പങ്കുവെച്ച് മോഹൻലാൽ. ധർമ്മസ്ഥലയിൽ അന്വേഷണം അട്ടിമറിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദമെന്ന ആരോപണങ്ങൾക്കിടെ അന്വേഷണം ഊർജിതമാക്കാൻ SIT. നിർണായക ഫോറൻസിക് ഫലം ഉടൻ. ക്ഷേത്രത്തെ തകർക്കാൻ ഗൂഢാലോചനയെന്ന് പരാതി. ഒളിക്കാനൊന്നുമില്ലെന്ന് ധർമ്മസ്ഥല ക്ഷേത്രം അധികാരി വീരേന്ദ്ര ഹെഗ്ഡെ. And I was really hurt by this type of allegations on me because my devotees have immense faith in me and they have no doubt about the kshetra or me. മന്ത്രിക്കുപ്പായം തുന്നുന്ന MPമാരെ കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തയിൽ കോൺഗ്രസിൽ സജീവ ചർച്ച. തീരുമാനിക്കാനുള്ള സമയമായിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പാലക്കാട്ട് മത്സരിക്കാൻ മോഹമില്ലെന്ന് ഷാഫി പറമ്പിൽ. കൂടുതൽ UDF MLAമാരെ സഭയിലെത്തിക്കലാണ് തന്റെ ലക്ഷ്യമെന്നും ഷാഫി. കത്ത് വിവാദത്തിൽ തിരിച്ചടിക്കാൻ CPM. മുഹമ്മദ് ഷെർഷാദിനെതിരെ MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസ്. രാജേഷ് കൃഷ്ണയെ തള്ളാതെ പാർട്ടി നേതാക്കന്മാർ. കനത്ത മഴയിൽ മുങ്ങി മുംബൈ. റോഡുകൾ വെള്ളത്തിൽ. 150ലേറെ വിമാന സർവീസുകൾ വൈകി. 5 ദിവസത്തിനിടെ 6 മരണം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. പരസ്പര സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് ചോദ്യം. ഏഷ്യ കപ്പ് ടീമിൽ സഞ്ജു സാംസണും പ്രധാന വിക്കറ്റ് കീപ്പറായി കളിക്കും. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ. ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ. ഒരിടവേളയ്ക്ക് ശേഷം മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി വീണ്ടും വെള്ളിത്തിരയിലേക്ക് തിരിച്ചെത്തുന്നുവെന്ന വാർത്തയെ കേരളം അത്യധികം സന്തോഷത്തോടെയാണ് കേട്ടത്. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടിരിക്കുന്നു. ദൈവമേ നന്ദി നന്ദി എന്ന് നിർമ്മാതാവ് ആന്റോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരുപാട് ആശങ്കകൾക്കും സംശയങ്ങൾക്കും അറുതി വരുത്തിയിരിക്കുകയാണ്. മമ്മൂട്ടി വീണ്ടും സിനിമയിൽ സജീവമാകുന്നു എന്ന വാർത്ത ആന്റോ ജോസഫിന്റെ ഈ വാർത്താക്കുറിപ്പിലൂടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പുറം ലോകം അറിഞ്ഞത്. സന്തോഷ വാർത്ത സൂചിപ്പിച്ച് നിർമ്മാതാവ് ആന്റോ ജോസഫ് ഇക്കാര്യം ഫേസ്ബുക്കിൽ കുറിക്കുകയായിരുന്നു. നിർമ്മാതാവും മമ്മൂട്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റുമായ ജോർജ് ഉൾപ്പെടെയുള്ളവരും തുടർന്ന് സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെ മമ്മൂക്കയുടെ തിരിച്ചുവരവിന്റെ വിവരങ്ങൾ പങ്കുവച്ചു. സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു. പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ നന്ദി എന്നതാണ് ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അങ്ങനെ നിരവധി പേരാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത അതിൽ സന്തോഷം പങ്കിട്ട് മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച ആ സന്തോഷം പങ്കിടുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം രാജ്യസഭാ MP ശ്രീ ജോൺ ബ്രിട്ടാസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ്, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ പലരും സന്തോഷത്തോടു കൂടി ഷെയർ ചെയ്യുന്നു. മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി കാണുകയാണ്. എല്ലാ മലയാളികളും അതൊരാഘോഷമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയാം. താങ്കൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മമ്മൂട്ടിയുടെ ഈ ഇടവേള സമയങ്ങളിൽ വിളിക്കുകയും കാര്യങ്ങൾ അറിയുകയും ഒക്കെ ചെയ്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വാർത്ത വന്നതിന് ശേഷം വിളിച്ചിരുന്നോ, സംസാരിച്ചിരുന്നോ? ഞാൻ കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് അദ്ദേഹം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലേക്ക് മാറിയ ശേഷം എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അത് രോഗത്തെക്കുറിച്ച് മാത്രമല്ല, മറ്റു കാര്യങ്ങളെക്കുറിച്ചും സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും, ഒരു ദിവസം പോലും മുടങ്ങാതെ സംസാരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ രീതി. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രിട്ടാസെ 3 പരീക്ഷകളിൽ 2 പരീക്ഷ വിജയിച്ചിട്ടുണ്ട്, പക്ഷെ ഇനി ഒരു പരീക്ഷയും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ 7 മണിക്കായിരുന്നു ആ പരീക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം പോയത്.
ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ പരീക്ഷയുടെ റിസൾട്ടും കൂടി വന്നു. അപ്പോൾ ഞാൻ ഒരു പരിപാടിയിലായിരുന്നു. അവിടെ ഒരു സമരത്തിൽ ഡൽഹിയിൽ ഗ്രാമീണ ബാങ്കുകാരുടെ പരിപാടിക്കുള്ളിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്താ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വരുവുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ആ ഫലം കൂടി വളരെ അനുകൂലമാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു മുഹൂർത്തമായിരുന്നു. അതിനുശേഷം ഞാൻ പലതവണ സംസാരിച്ചു. ഇപ്പോൾ കുറച്ചു മുമ്പ് വൈകുന്നേരം സാധാരണയിൽ ഞാനിങ്ങനെ പാർലമെന്റ് വിട്ടു വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംസാരിക്കുന്ന രീതിയിൽ ഒരു 1/4 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു മമ്മൂക്ക എന്ന് പറയുന്നത്, ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ശേഷം എനിക്ക് കിട്ടിയ പ്രതികരണങ്ങൾ ആൾക്കാരുടെ വെളിയിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേരളം എത്രയോ കാലമായിട്ട് കൊതിച്ചുകൊണ്ടിരുന്ന, ആഗ്രഹിച്ചുകൊണ്ടിരുന്ന, ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാന്നിധ്യം തിരിച്ച് പൂർവാധികം ശക്തിയോടെ സൗരഭ്യത്തോടെ മടങ്ങുന്നു. അതിന്റെ ഒരു എന്താ പറയാ, ഒരു വിളംബരമാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളൊക്കെ നടക്കുന്നത്. മമ്മൂക്ക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കേരളത്തിന് അദ്ദേഹത്തെ ആവശ്യമാണ്. കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക തലത്തിൽ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അനുരണങ്ങൾ, അതിന്റെ ഒരു സ്വാധീനം, അത് ചെലുത്തുന്ന മറ്റു തരത്തിലുള്ള തരംഗങ്ങൾ, അതിന്റെയൊക്കെ ഒരു പ്രതിധ്വനിയാണ് ഒരുപക്ഷെ ഡൽഹിയിൽ ഇരുന്ന് പോലും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂക്ക എന്നുള്ള വ്യക്തിയുമായിട്ട് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെ ഉള്ള ഒരു ബന്ധമുണ്ട്. ദൈനംദിനമെന്നോണം എല്ലാ കാര്യങ്ങളും സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും അടുപ്പവും സൗഹൃദവും ഉണ്ട്. അദ്ദേഹത്തെ പോലൊരാള് മലയാളിക്ക് എത്രത്തോളം വിലപ്പെട്ടതാണ്, അദ്ദേഹം എങ്ങനെയാണ് കേരളത്തെ ഒരു ദേശീയ തലത്തിൽ അടയാളപ്പെടുത്തുന്നത്, ആ അടയാളപ്പെടുത്തലിന്റെ പ്രാധാന്യം അതെനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹം ഈ രോഗം അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഡൽഹിയിൽ ഏതാനും ദിവസങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഭക്ഷണം കഴിക്കാനും പലരെ കാണാനും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം എത്രത്തോളം കേരളത്തിന് പ്രിയങ്കരമാണ്. ഒരുപക്ഷെ കേരളത്തിന് വെളിയിൽ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് കേരളത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപാധികളിലൊന്ന് മമ്മൂക്കയാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. വലിയ സന്തോഷമുണ്ട് ഈ ഒരു വേളയിൽ അദ്ദേഹത്തിന്റെ ഒരു മടങ്ങി വരവിന് വേണ്ടിയിട്ട് എല്ലാവരും കാതോർത്ത് കാത്തിരിക്കുമ്പോൾ അതിനൊപ്പം പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടുന്നതിൽ എനിക്ക് വലിയ സന്തോഷം. തീർച്ചയായും ഈ 7 മാസം എന്ന് പറയുന്നത് വലിയൊരു കാലയളവല്ല. മാത്രവുമല്ല, അദ്ദേഹം ഫേസ്ബുക്കിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ സംവദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും ഒക്കെയുള്ള വലിയൊരു ആകാംക്ഷ മലയാളികൾക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ മടങ്ങിവരവ് എല്ലാവരും ആഘോഷിക്കുമ്പോഴും എന്ന് കേരളത്തിലേക്ക് എത്തും എന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കേരളം വിട്ട് ഇത്ര ദിവസം ഒരു കാലത്തും വിട്ടു നിന്നിട്ടുണ്ടാവില്ല, ഇത്രയധികം ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല മമ്മൂക്കയെ സംബന്ധിച്ച്. അപ്പോൾ എന്ന് വരും കേരളത്തിലേക്ക് എന്നത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ മമ്മൂക്കയോട് ചോദിച്ചൊരു കാര്യമാണ്, അത് പറയാൻ പാടില്ലാത്തതാണ്, പക്ഷെ എങ്കിൽ പോലും മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്. നാളെ ഞാനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എന്നെ കാണാൻ വേണ്ടി എന്നെ കുത്തുപറിക്കില്ലെന്ന്. അതായത് നിങ്ങളെല്ലാരും കൂടിയിട്ട് ചാനൽ മൈക്കുമായിട്ട് അദ്ദേഹത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കില്ലേ. അപ്പൊ അദ്ദേഹം കുറച്ചും കൂടി വിശ്രമിക്കട്ടെ. അദ്ദേഹം ഈ പറഞ്ഞ രോഗത്തിൽ നിന്ന് പരിപൂർണമായി മുക്തി നേടിക്കഴിഞ്ഞു. പക്ഷെ കുറച്ചൊരു വിശ്രമം കൂടി, അല്പം ഏതാനും ദിവസം കൂടി അദ്ദേഹത്തിന് നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന കാരണം വെച്ചാൽ അദ്ദേഹം ഓടിപ്പിടിച്ച് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും അദ്ദേഹത്തെ വെറുതെ വിടാൻ പോകുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് പലതും നിങ്ങൾ പ്രതികരിപ്പിക്കും, പലതും പറയിപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു യാതനയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ശരി, മോഹൻലാലിന്റെ 2 തവണത്തെ അനുഭവം, 2 തവണയും മൈക്കിന് മുന്നിൽ നിന്ന് കണ്ണ് സംരക്ഷിക്കേണ്ടി വന്നു കൈവച്ച് മോഹൻലാലിന്. അപ്പോൾ അതുകൊണ്ട് സ്വയം വിമർശനത്തോടെ ഞാനത് ഏറ്റെടുക്കുകയാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇപ്പോൾ മമ്മൂട്ടി സിനിമ എന്നത് ഇത്രയും മിസ് ചെയ്തിട്ടുള്ള കാലഘട്ടം ഉണ്ടാവില്ല. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സംവദിക്കുന്നതിനുള്ള മറ്റ് പൊതു സദസ്സുകളിലൊക്കെയും തന്നെ മമ്മൂട്ടി എപ്പോഴും സ്ഥിര സാന്നിധ്യമായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ. ഈ കാലയളവിൽ മമ്മൂട്ടിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ രോഗത്തെ നേരിടുമ്പോഴുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു
ധൈര്യം എങ്ങനെയായിരുന്നു? അതിനുശേഷം അദ്ദേഹം പലരെയും നേരിട്ട് വിളിച്ചാണ് താൻ പാസ്സായി എന്നുള്ള വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നത്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ വിളിച്ച് അത് അറിയിക്കുന്നു. അത്രയും സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഈ കാലയളവിൽ അദ്ദേഹം രോഗത്തോടുള്ള പോരാട്ടത്തിൽ എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്ന് പറയാമോ, അനുവാദമുണ്ടെങ്കിൽ? തീർച്ചയായിട്ടും. എന്താ കാരണം വെച്ചാൽ എനിക്ക് അത് പറയുന്നതിന് യാതൊരു മടിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളുടെ ഇടയിലൂടെ കൂടി രോഗത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അദ്ദേഹം അനുഭവിക്കുന്ന വിഷമങ്ങള്, ബുദ്ധിമുട്ടുകള്, മറ്റസ്കതകള്, അസ്വസ്ഥതകളെല്ലാം സംസാരിക്കുമായിരുന്നു. പക്ഷെ അതിനിടയിൽ പോലും അതായത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്, ഒരു റെസീലിയൻസ് എന്ന് പറയുന്നത്. അതായത് ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ടിയുള്ളൊരു മനസ്ഥൈര്യം. റെസീലിയൻസിന് മലയാളത്തിൽ ഒരു കൃത്യമായൊരു വാക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനെപ്പോഴും റെസീലിയൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു കരുത്ത്, മനസ്ഥൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പം ഈ സംസാരത്തിനിടയിലൊക്കെ ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തിന് ധൈര്യം പകർന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹമാണ് എനിക്ക് ധൈര്യം പകർന്നു തന്നത്. അതായത് നമുക്ക് നോക്കിക്കളയാം, വരട്ടെ, ഇതൊക്കെയല്ലേ, നമുക്കിതിന് നേരിട്ട് കളയാം, ഇതൊരു പോരാട്ടമല്ലേ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ കണ്ടത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഇനിയും കേരള സമൂഹത്തിന്, ഇന്ത്യൻ സമൂഹത്തിന് ഒരുപാട് കൊടുക്കാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതായത് എന്റെ റോള് കഴിഞ്ഞിട്ടില്ല, എന്റെ കയ്യിൽ ഇനി ഒരുപാട് ഉണ്ട് നൽകാൻ, സമ്മാനിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എന്റെ കയ്യിൽ കരുതി വെച്ചിട്ടുണ്ട്, എന്റെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഒരു വിശ്രമത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതും ഇതൊരു ഇടവേള മാത്രമാണെന്നും ഇനി വരാനിരിക്കുന്നൊരു കുതിപ്പാണെന്നും അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞിരുന്നു. അപ്പം എന്നെ പോലുള്ള ആൾക്കാർക്കാണ് ഒരു വിഷമം ഉണ്ടായത്, ആ വിഷമം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതായത് നമുക്ക് എങ്ങനെയാണിത്, നമ്മളെങ്ങനെ പോകും മുന്നോട്ട്, ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ എന്നേക്കാൾ കൂടുതൽ ആത്മധൈര്യത്തോടെ, പ്രസരിപ്പോടെ, ഉന്മേഷത്തോടെ അദ്ദേഹം അതിനെ മറികടക്കുമ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ കാരണം എന്ന് വെച്ചാൽ ഏത് രോഗത്തെയും കീഴ്പ്പെടുത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ വേണ്ടത് ഒരു ആത്മധൈര്യമാണ്, ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തോടുള്ള ഒരു അചഞ്ചലമായ ഒരു കൂറ്, ഒരു കേരളത്തിന്റെ എല്ലാ തലങ്ങളുമായിട്ട് അദ്ദേഹം സമന്വയിച്ചിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഞാനും അദ്ദേഹവും സഹപ്രവർത്തകരായി കഴിഞ്ഞൊരു കാൽനൂറ്റാണ്ടായിട്ട് ജോലി ചെയ്യുമ്പോൾ ഏതെല്ലാം മേഖലകളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഏതെല്ലാം മേഖലകൾ അദ്ദേഹം പോയിട്ടുണ്ട്. അദ്ദേഹം തന്നെ അഭിനയം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വെർട്ടിക്കൽ മാത്രമാണ്, ഒരു പ്രതലം മാത്രമാണ്. ഏതെല്ലാം പ്രതലങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് സാമൂഹ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ കാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പാതയിലേക്ക്, അല്ലെങ്കിൽ ഏതെല്ലാം ലിറ്റററി ആയിട്ടുള്ള മേഖലകളിലേക്ക് കേരളത്തിന്റെ സമസ്ത തലങ്ങളെയും അദ്ദേഹം സ്പർശിച്ചിരുന്നു. അത് ആതുര രംഗത്താണെങ്കിലും, സാഹിത്യ രംഗത്താണെങ്കിലും, സാംസ്കാരിക രംഗത്താണെങ്കിലും, അതുപോലെ തന്നെ പ്രബുദ്ധമായിട്ടുള്ള നമ്മുടെ പ്രതികരണ മേഖലയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് നിലപാടുകളുണ്ടായിരുന്നു. അപ്പം അതൊക്കെ സ്വാഭാവികമായിട്ടും അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. എന്റെ റോള് കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഇനിയും കുറെ കൊടുക്കാനുണ്ട് കേരളത്തിന് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ മനസ്സിലുള്ളതാണ് ഒരു മനസ്ഥൈര്യമായിട്ട് മുമ്പോട്ട് പോവുകയും ഒരുപക്ഷെ ഈ പ്രതിസന്ധി അതിജീവിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ്. എനിക്കറിയാം വലിയ തിരക്കിലാണ്, ഭരണഘടന സംരക്ഷിക്കാൻ, വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വിഷയത്തിലൊക്കെ യുദ്ധക്കളത്തിലാണ്. മമ്മൂട്ടിയോടൊപ്പമുള്ള സ്നേഹവും സന്തോഷവും പങ്കുവെക്കാനാണ്, അതുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് ജോയിൻ ചെയ്തതെന്നറിയാം. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചത്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ സിബി മലയിൽ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സിബി മലയിൽ, എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെന്ന് മാത്രമല്ല ഓരോ മലയാളികളും സന്തോഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൽ. ഇനിയും ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങളെ അറിയാനുണ്ട് എന്നതാണ് മലയാളികളും പ്രതീക്ഷിച്ചിരുന്നത്. അത് ഉണ്ട് എന്ന ബോധ്യമാണ് അദ്ദേഹത്തെ തിരികെ എത്തിക്കുന്നതും. സംസാരിച്ചിരുന്നോ? എന്താണ് അറിയാൻ കഴിഞ്ഞത്? താങ്കളുടെ സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നു? തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുള്ള എല്ലാവരും അത്രമാത്രം അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റിയവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 4-5 മാസക്കാലം അദ്ദേഹം കടന്നു പോകുന്ന അവസ്ഥകളെ കുറിച്ച് ഓർത്ത് നമ്മൾ ഓരോരുത്തരും ഉള്ളിൽ വേദനിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള എല്ലാവരും, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾക്കെല്ലാം ഇന്ന് ഫലം കണ്ടിരിക്കുന്നു. മമ്മൂട്ടി എന്ന് പറയുന്നതും കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് മലയാളികളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ കുടുംബത്തിലെ രംഗത്തെ പോലെ
നമുക്ക് എന്നും മമ്മൂട്ടിയുടെ ഒരു പേര് പരാമർശിക്കാതെ ഒരു മലയാളിയുടെ ജീവിതവും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു തിരിച്ചുവരവ് അത്രമാത്രം നമ്മളെ സന്തോഷിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായും അദ്ദേഹം മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ തന്നെ റിലീസിന് തയ്യാറായിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിനപ്പുറം മോഹൻലാലുമായിട്ടുള്ള ഒരു ചിത്രം പറഞ്ഞു കേൾക്കുന്നു. മറ്റ് ചില പ്രോജക്റ്റുകൾ അദ്ദേഹം ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് കേൾക്കുന്നു. മലയാളത്തിന് കാത്തിരിക്കാൻ എന്തൊക്കെയാണ് ഉള്ളത്? തീർച്ചയായിട്ടും അദ്ദേഹം പൂർത്തീകരിച്ചു വെച്ചിരിക്കുന്ന സിനിമകൾ റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കൂടാതെ അദ്ദേഹം അഭിനയിച്ചു തുടങ്ങിയ, മോഹൻലാലുമായി ചേർന്ന് അദ്ദേഹം അഭിനയിച്ചു തുടങ്ങിയ ഒരു സിനിമ അതും പൂർത്തീകരിക്കേണ്ടതാണ്. എനിക്കുന്നതായിരിക്കും അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. തുടർന്നും അദ്ദേഹം കമ്മിറ്റഡ് ആയിട്ടുള്ള, തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ചില പ്രോജക്റ്റുകളുണ്ട്. അതും പുറകെ സംഭവിക്കുക തന്നെയും. ഏതായാലും നമുക്ക് മമ്മൂട്ടി എന്ന ആ മഹാനടനെ വീണ്ടും തിരശ്ശീലയിൽ ഏറ്റവും ആർജവത്തോടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ ഇനി നമ്മൾ കാണാനിരിക്കുന്നതുള്ളൂ. അദ്ദേഹത്തെ പോലെ സിനിമ ഇത്രമാത്രം ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന, ഓരോ ദിവസവും അദ്ദേഹം ശ്വസിക്കുന്നത്, സംസാരിക്കുന്നത്, ചിന്തിക്കുന്നതെല്ലാം സിനിമ മാത്രമാണ്. ഈ 4.5 പതിറ്റാണ്ടിലുള്ള ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇടവേള സംഭവിക്കുന്നത്. ആ ഇടവേള അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം തിരിച്ചു വീണ്ടും സജീവമായി സിനിമയിലേക്ക് എത്തുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ ഇനിയും കാണാനിരിക്കുന്ന അത്ഭുതകരമായ അഭിനയ കാഴ്ചകൾ കാണാൻ നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും തിരിച്ചുവരവിൻ്റെ ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചതിനെ കുറിച്ചൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്, അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഈ വിട്ടുനിൽക്കൽ അദ്ദേഹത്തിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെയും പറയുന്നുണ്ട്. താങ്കളുടെ വ്യക്തിപരമായ അനുഭവം എങ്ങനെയാണ്? ഈ അസുഖ സമയത്ത് വിളിച്ചിരുന്നപ്പോൾ അതിനെ മറികടന്ന് ഉള്ള മടങ്ങി വരവിനെ കുറിച്ചൊക്കെ എന്തായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്? ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഒരുമിച്ചൊരു പടം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ വളരെ ആവേശത്തോടു കൂടി അതിനകത്ത് ഇൻവോൾവ് ആവുകയും ഞാൻ അതിന്റെ കഥയും അതിന്റെ സ്ക്രീൻ പ്ലേയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വാർത്ത എത്തുന്നത്. അത് എന്നെയും അദ്ദേഹത്തിന്റെ അസുഖം എന്ന് പറയുന്ന വാർത്ത വല്ലാതെ തളർത്തി കളഞ്ഞു. ഒരുമിച്ചൊരു സിനിമ ചെയ്യാനുണ്ടായ ആ സാഹചര്യം അങ്ങനെ പാതി വഴിക്ക് നിന്നു പോയല്ലോ എന്നുള്ളൊരു ഖേദവും എനിക്കുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ അവസ്ഥയെ എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് അഭിമുഖീകരിച്ചതെന്നുള്ളത് അടുത്തു നിന്ന് കണ്ട് എന്ന ഒരാളെന്ന നിലയിൽ അറിയാൻ കഴിയും. നിരന്തരമായിട്ട് ഫോൺ വിളികൾക്ക് അപ്പുറത്തേക്ക് മെസ്സേജുകളിലൂടെ, വാട്സപ്പ് മെസ്സേജുകളിലൂടെ തന്നെയായിരുന്നു ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. കാരണം അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാരുടെ ഫോണുകൾ വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു ബുദ്ധിമുട്ടായി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഞാൻ വാട്സപ്പ് മെസ്സേജുകളിലൂടെ തന്നെയാണ് അദ്ദേഹത്തെ ഇടപെട്ടിരുന്നത്. ഏത് നിമിഷത്തിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ അതിനുള്ള മറുപടി എത്തുന്നു എന്നുള്ളതാണ്. അത്രമാത്രം ഓരോരുത്തരെയും അദ്ദേഹം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ രോഗാവസ്ഥയിലൂടെ കടന്നുപോയത്. അത് വളരെ വലിയ ഒരു പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. പരിപൂർണമായ ആരോഗ്യത്തോടെ അദ്ദേഹം വീണ്ടും നമ്മളുടെ വെള്ളിത്തിരയിലേക്ക്, നമ്മുടെ മുമ്പിലെ തിയേറ്ററിലെ ദൃശ്യങ്ങളിലേക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുവാനുള്ള ഒരു അനവധി കഥാപാത്രങ്ങളുമായിട്ട് അദ്ദേഹം തിരിച്ചെത്തും എന്നുള്ള ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും തന്നെ. തീർച്ചയായും എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും അതുകൊണ്ട് തന്നെ ആ വാർത്ത അത്രമാത്രം സന്തോഷത്തോടെ ഉൾക്കൊള്ളുകയാണ്. വളരെ നന്ദി ശ്രീ സിബി മലയിൽ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. മമ്മൂട്ടിയുമായുള്ള സംഭാഷണങ്ങളും ഈ വിവരം അറിഞ്ഞതിന് ശേഷമുള്ള സംഭാഷണങ്ങളെക്കുറിച്ചും മറ്റും നേരത്തെ നടത്തിയ സംഭാഷണങ്ങളെക്കുറിച്ചും ഒക്കെയും ഓരോരുത്തർ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ കെ സി വേണുഗോപാൽ MP കൂടി ചേരുകയാണ്. ശ്രീ കെ സി വേണുഗോപാൽ, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റും വലിയ രീതിയിൽ ചർച്ചയാവുകയും ഷെയർ ചെയ്യപ്പെടുകയും സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയൊക്കെ ആരാധകരും ഒക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ കണ്ടിരുന്നു. കേരളം അത്രമാത്രം കാത്തിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന ഒരു തിരിച്ചുവരവാണ്. ഒരു ചെറിയ കാലത്തെ വിടവ് പോലും അത്രമാത്രം മിസ് ചെയ്തു കേരളം എന്ന് വേണമോ മനസ്സിലാക്കാൻ? അല്ല, തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് മലയാളി മനസ്സിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി എന്ന് കണ്ടപ്പോൾ പുറത്താരും പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളിൽ ജനങ്ങൾ എത്രമാത്രം ആശങ്കാകുലരായിരുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ അദ്ദേഹം ക്ലിയറായി തിരിച്ചു വന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രതികരണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നു. സിനിമാ നേതാവ് നടനാകുകയും സിനിമയിൽ ശോഭിക്കുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. പക്ഷെ ജനമനസ്സുകളിൽ
നിലപാടുകളെടുത്ത് സ്ഥാനമുണ്ടാക്കുക എന്ന് പറയുന്നവർക്കാണ് പിന്നീട് വലിയ അംഗീകാരങ്ങൾ തേടി വരിക ജനമനസ്സുകളിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് മമ്മൂട്ടിയുടെ ഈ ഒരു തിരിച്ചുവരവ് ജനം ആഘോഷിക്കുന്നത്. കാരണം അവര് മനസ്സിനകത്ത് ആശങ്കാകുലയോടെ നിന്ന ആ കാലഘട്ടത്തിന് അന്ത്യം വന്നിരിക്കുന്നു. വളരെ ക്ലിയറായി മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്ന് കാണുന്നത് സന്തോഷകരമായി. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നന്നായിട്ട് ഇപ്പോഴല്ല മുമ്പ് കാലഘട്ടങ്ങളിൽ നന്നായി സിനിമ കാണുന്ന ആളായിരുന്നു. മമ്മൂട്ടിയുടെ ഒരു പല ക്യാരക്ടറും വളരെ നന്നായിട്ട് മനസ്സിലാക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരാളായിരുന്നു. അതുകൂടാതെ അദ്ദേഹമായിട്ട് വ്യക്തിപരമായ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് തിരിച്ചുവരവ് സന്തോഷകരമായിട്ട് കാണാനാണ് കണ്ടത്. അപ്പോൾ ആ ചിരി, ആ പുഞ്ചിരി, കേരളം ആഗ്രഹിക്കുന്ന പുഞ്ചിരിയുമായിട്ട് മമ്മൂട്ടി വരുന്നത് കാണുമ്പോൾ ഇതിലപ്പുറം വരെ സന്തോഷം നമുക്ക് എന്ത് വേണം എന്നുള്ള ചിന്തയുമായിട്ട് ജനം നിൽക്കുന്നു. അതാണ് ഞാൻ ഷെയർ ചെയ്തത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു മമ്മൂട്ടി ഫാനിന്റെ പോസ്റ്റ് ആയിരുന്നോ? മമ്മൂട്ടി ഫാൻ എന്നല്ലേ, ഒരു മമ്മൂട്ടിയെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളെന്നല്ലേ, ഒരു നടനെന്ന നിലയിൽ കഥാപാത്രങ്ങളോട് നീതി പുലർത്തുമ്പോൾ അപ്പോൾ തന്നെ താൻ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഒരു ആശയദൃഢത അദ്ദേഹം സ്വഭാവത്തിലും വെച്ച് പുലർത്താൻ ശ്രമിക്കാറുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളിലും ഞാൻ പലപ്പോഴും ആകർഷണനായിട്ടുണ്ട്. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ KC വേണുഗോപാൽ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പങ്കുവെക്കപ്പെട്ട ഒരു പോസ്റ്റായിരുന്നു ശ്രീ KC വേണുഗോപാലിൻ്റെ പോസ്റ്റ്. അദ്ദേഹം ആ സന്തോഷം, എത്രമാത്രം കാത്തിരിപ്പ് മലയാളികൾക്കുണ്ടായിരുന്നു എന്ന ആ സന്തോഷത്തിൽ പങ്കുചേർത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇപ്പോൾ നമ്മളോട് സഹകരിക്കുകയും ചെയ്തത്. മമ്മൂട്ടിയുമായുള്ള ഒരു സംഭാഷണം പങ്കുവെച്ച് നടൻ VK ശ്രീരാമൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. അത് ഒടുവിൽ നടത്തിയ പരിശോധന കഴിഞ്ഞെന്നും രോഗമുക്തനായെന്നും അറിയിച്ചുള്ള മമ്മൂട്ടിയുടെ ഒരു സംഭാഷണമാണ് VK ശ്രീരാമൻ കുറിപ്പായി പങ്കുവച്ചിരുന്നത്. VK ശ്രീരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതാണ്ട് ഇങ്ങനെയാണ്: നിന്നെ ഞാൻ കുറേ നേരമായല്ലോ വിളിക്കണ്, നീ വളരെ ബിസിയാണ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള മമ്മൂട്ടിയുടെ ഒരു ചോദ്യം. ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ, ഇതിൻ്റെ സൗണ്ട് കാരണം ഫോൺ അടിച്ചത് അറിഞ്ഞില്ല എന്ന് ഒരു മറുപടി അങ്ങോട്ട് നൽകുന്നു. കാറോ ഡ്രൈവർ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ആ കാര്യവും വിശദീകരിക്കുന്നു. അപ്പോൾ പറയുകയാണ്, ഞാൻ വിളിച്ചത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു അവിടെ നിന്ന്. അപ്പോൾ നീ എന്തിനാ അവസാനത്തെ ടെസ്റ്റും പാസ്സായടാ എന്ന് അവിടെ നിന്ന് മറുപടി. അപ്പോൾ VK ശ്രീരാമൻ നൽകിയ മറുപടിയാണ്, ഇതാ ഇപ്പോൾ വലിയ കാര്യം, നിങ്ങൾ പാസ്സാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് VK ശ്രീരാമൻ തിരിച്ചു മറുപടി നൽകുന്നു. അപ്പോൾ നീ ആര് പടച്ചോനോ എന്നായിരുന്നു അവിടെ നിന്നുള്ള ചോദ്യം. അതിനുശേഷം ഞാൻ കാലത്തിന് മുമ്പേ നടക്കുന്നവനെന്ന മറുപടി നൽകുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയാണ്. അപ്പോൾ എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഏത് നേരത്താണ് നിന്നെ വിളിക്കാൻ തോന്നിയതെന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ എന്നാണ് അവിടെ നിന്നുള്ള മറുപടി, മമ്മൂട്ടിയുടെ മറുപടി. അപ്പോൾ ഈ ഒരു സംഭാഷണത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അതും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുമായുള്ള ആത്മബന്ധം, ആ സന്തോഷ വാർത്ത പങ്കുവെക്കുന്നതിലെ ആ ഹൃദയബന്ധവും സ്നേഹവും ഒക്കെ ഇഴകലരുന്ന വരികളാണ്. അതൊക്കെ ഇങ്ങനെ മലയാളികൾ ആഘോഷിക്കുകയാണ്, ആ ബന്ധങ്ങളിലെ ആഴം അറിയുകയാണ്. മഞ്ജു വാര്യർ ഒരൊറ്റ വരി പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഒപ്പം മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രവും മഞ്ജു ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥനാ സൂചകമായി തൊഴുകൈയോടെ ഒട്ടേറെ ഇമോജികൾക്കൊപ്പം രമേശ് പിഷാരടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. വെൽക്കം ബാക്ക് ടൈഗർ എന്നാണ് മഞ്ജു വാര്യർ അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. രമേശ് പിഷാരടി ഒരുപാട് തൊഴുകൈകളോടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചു. മമ്മൂട്ടിക്കൊപ്പമുള്ള ഒരു ചിത്രവും രമേശ് പിഷാരടി പങ്കുവച്ചിട്ടുണ്ട്. ശ്വേത മേനോൻ നമ്മളോടൊപ്പം ഈ വാർത്ത വന്നതിന് ശേഷം സംസാരിച്ചു. അപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ ആദ്യ വനിതയാണ്. മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമ്പോൾ ശ്വേതയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഐ എം സോ ഹാപ്പി. ആൻഡോ പറഞ്ഞുകൊണ്ട് അത് ഒഫീഷ്യലി ആയിട്ട് തന്നെ നമ്മളത് കരുതണം. മമ്മൂക്കാന്റെ ബർത്ത്ഡേ വരാൻ പോവാണ്. സോ വി ഷുഡ് ഓൾ വിഷ് ഹിം എ ഗുഡ് ഹെൽത്ത് ആൻഡ് ലോട്ട്സ് ഓഫ് എന്താ പറയാ എല്ലാം, ലൈഫ് ആൻഡ് ഐസ് എല്ലാം. മാലാ പാർവതിയും ആദ്യ ആൻഡോ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഒരു കമന്റ് ഇടുന്നു. അതിനുശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് മാലാ പാർവതിയും വലിയ സന്തോഷമാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ പ്രകടിപ്പിച്ചത്. ആശുപത്രിയോടും ശുശ്രൂഷിച്ച എല്ലാവരോടും പ്രാർത്ഥിച്ചവരോടുമൊക്കെയുള്ള കടപ്പാട് കൂടി പങ്കുവെക്കുന്നതായിരുന്നു മാലാ പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനുശേഷം ന്യൂസ് 18നോട് മാലാ പാർവതി സംസാരിച്ചു. അതിലേക്ക്
6 മാസമായിട്ട് മമ്മൂക്കയെ മിസ്സിംഗ് ആയിരുന്നു. എന്ന് വെച്ചാല് മാർച്ച് ഏപ്രിൽ ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിൽ എല്ലാ കുടുംബങ്ങളിലും മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയായിരുന്നു കാണും മമ്മൂക്കയുടെ ആരോഗ്യത്തിന് വേണ്ടി. അങ്ങനെ അല്ലാത്ത ഒരാളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനും അതിൽ ഒരു ഭാഗമായിരുന്നു. മമ്മൂക്കയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാൾ തന്നെയാണ്. മുഴുവനായിട്ടും ടോട്ടൽ റെമിഷൻ, മുഴുവൻ അസുഖം നെഗറ്റീവായി, അസുഖം മാറി എന്നറിയുമ്പോൾ നമുക്കത് ഒരു വലിയ ഇത്രയും ഭയങ്കര ഒരുപാട് നന്ദിയോടെ ഈശ്വരനോട് നന്ദി, ചികിത്സിച്ച ഡോക്ടർമാരോട്, ആശുപത്രിയോടൊക്കെ നന്ദി. പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം തിരിച്ചു വരണം. അദ്ദേഹത്തിന് ഇനിയും എത്രയോ വേഷങ്ങൾ കാണാനുണ്ട്. അതിനുശേഷമായിരുന്നു കേരളം കാത്തിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അത് മമ്മൂട്ടിക്ക് കെട്ടിപ്പിടിച്ച് മുത്തം നൽകുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു. ഒരു പരിപാടിയിലെ വേദിയിൽ മമ്മൂട്ടിയെ ചുംബിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. ഹൃദയത്തിൻ്റെ ഇമോജിയോടുകൂടിയാണ് ഈ ചിത്രം പങ്കുവച്ചത്. നേരത്തെ മോഹൻലാൽ മമ്മൂട്ടിയുടെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ശബരിമലയിൽ വഴിപാട് നടത്തിയത് ഒക്കെ വാർത്തയായിരുന്നു. എന്തായാലും ആ സ്നേഹം മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു ചിത്രം മോഹൻലാൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പങ്കുവച്ചു. എന്തായാലും കേരളം വലിയ ആഘോഷത്തോടെ, സന്തോഷത്തോടെ, പ്രാർത്ഥനയോടുകൂടി മഹാനടന്റെ മടങ്ങിവരവ് ആഘോഷിക്കുകയാണ്. ഇനി കേരളത്തിലേക്കുള്ള വരവ് കാത്തു നിൽക്കുകയാണ്. പ്രത്യേക ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം Q18 കാണാം.